ഹലോ എവരി വൺ. സോ പെർസെൻറ്റേജിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് കാണുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിക്കോളും നിർബന്ധമില്ല. അതൊരു ഫണ്ടമെൻ്റൽ ഐഡിയ ആണ് പെർസെൻറ്റേജിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തുള്ള ഐഡിയ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അടുത്തൊരു ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ കോൺഫറൻസ് ഹാഡ് 160 അറ്റൻഡീസ്, 40% ഓഫ് ഹൂം വെർ മെൻ, ഹൗ മെനി വെർ മെൻ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു രണ്ട് നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് പെർസെൻറ്റേജ് കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കോൺഫറൻസിൽ ടോട്ടൽ 160 ആൾക്കാരാണ്, അതിൽ 40% മെൻ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മെൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ കോൺഫറൻസിന് വന്ന 160 ആളുകളിൽ 40% മെന്ന്, 40% ഓഫ് 160 എന്താണ് നമുക്ക് വേണ്ട നമ്പർ, അതായത് നമ്പർ ഓഫ് മെൻ ആണ്. 40% ഓഫ് 160 ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് വേറൊരു നമ്പർ എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുക? 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40/100 ആണ് അല്ലേ? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡിനോമിനേറ്റർ 100 ആയിട്ട് എഴുതാൻ പറ്റും, ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് പെർസെൻറ്റേജിന് എഴുതാൻ പറ്റും. 40% എന്ന് പറയുമ്പോൾ 40/100, 20% എന്ന് പറയുമ്പോൾ 20/100, 1% എന്ന് പറഞ്ഞാൽ 1/100 അല്ലേ? അതുകൊണ്ടാണ് മുന്നേ ഞാൻ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാണുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡിനോമിനേറ്റർ 100 ആയാൽ ആ ന്യൂമറേറ്ററിനെ പെർസെൻറ്റേജ് ആക്കി പറയാം. അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ 40/100 ആണ്. കാരണം ഡിനോമിനേറ്റർ 100 ആകുമ്പോഴല്ലേ ന്യൂമറേറ്ററിനെ 40 ആയിട്ടുള്ള ന്യൂമറേറ്ററിനെ പെർസെൻറ്റേജ് ആക്കി പറയാൻ പറ്റുക. അപ്പോൾ 40% എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ 40% ഓഫ് 160 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വാല്യൂസ് ആക്കിയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ 40/100 ഇൻറ്റു 160 ചെയ്താൽ മതി. ഓക്കെ, 40% ഓഫ് 160 എന്ന് പറഞ്ഞാൽ 40/100 ഇൻറ്റു 160 ചെയ്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ക്യാൻസലേഷൻ ചെയ്യുക. 0 കട്ട് ചെയ്യും, ഈ 0യും കട്ട് ചെയ്യും, ബാക്കി ഉണ്ടാവുക 4 ഇൻറ്റു 16 എന്ന് വരും. 4 ഇൻറ്റു 60 എന്താ വരിക? 64 അല്ലേ? 64. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 64 ആണ്. 64 ആണ് ആണുങ്ങൾ അവിടെ ഉണ്ടാവുക. റെഡി അല്ലേ? സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെയിം കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹോംവർക്കായിട്ട് ചെയ്യണം. എ മീറ്റിംഗ് വാസ് അറ്റൻഡഡ് ബൈ 140 പീപ്പിൾ, 50% ഓഫ് വിച്ച് വെർ വുമൺ. വാട്ട് ഈസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് വുമൺ? നേരത്തെ മെൻ ചോദിച്ചു, ഇവിടെ വുമൺ ചോദിച്ചു. വേറെ ഒരു ഡിഫറൻസും ഇല്ല. 140 ആണ് ടോട്ടൽ ഉള്ളത്, 50% ആണ് അവിടെ വുമൺ ആയിട്ടുള്ളത്. ഇത് പെർസെൻറ്റേജ് അറിയില്ലെങ്കിലും ലോജിക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക. 50% ഓഫ് 140 ആണ് നമ്പർ ഓഫ് വുമൺ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anita received 84% votes in a school election. If there are 50 students, how many votes did Anita receive? അപ്പോൾ അവിടെ 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, സ്കൂളിൽ 50 സ്റ്റുഡൻസ് ഉള്ളത്. ആ 50 സ്റ്റുഡൻസ് 50 വോട്ട് അവിടെ നടന്നിട്ടുണ്ടാവും അല്ലെ? ഓരോ സ്റ്റുഡൻസ് ഓരോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 വോട്ട്സ് നടന്നിട്ടുണ്ടാവും. ആ 50 വോട്ട്സിൻ്റെ 84% ആർക്കാ കിട്ടി? അനിതക്ക് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ചില വിചാരിക്കുന്നുണ്ടാവും ആകെ 50 വോട്ട്, എങ്ങനെ 84 വരിക? ഒന്ന് പെർസെൻറ്റേജ് ആണ്, ഒന്ന് നമ്പർ ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി 84% ഓഫ് 50 ആണ് അനിതക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് വോട്ട്സ്. സിമ്പിൾ. അപ്പോൾ 84% എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അയാളെ 84/100 എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ 84% ഓഫ് 50 എന്ന് പറഞ്ഞാൽ 84/100 ഇൻറ്റു 50 ആണ്. 50ൽ ഒരു 50 ആണ്, 100ൽ 2 ടൈംസ് ആണ് 50 അല്ലേ? 50 100 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി ഉണ്ടാവുക ആരാ? 84 ന്യൂമറേറ്ററിലുണ്ട്, 84 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 84 തന്നെയാണ്. ബൈ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, 84/2 ഇസ് ഈക്വൽ ടു 42. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ബാക്കി കാൽക്കുലേഷൻ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഫ്രാക്ഷൻസ് ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. അപ്പോൾ 84% ഓഫ് 50 എന്ന് പറഞ്ഞാൽ ഒന്ന് പെർസെൻറ്റേജ് ആണോ, ഒന്ന് നമ്പർ ആണ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സെയിം കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഇൻ ദ ക്ലാസ് ലീഡർ ഇലക്ഷൻ, പ്രീത ഹാസ് ഗോട്ട് 75% വോട്ട്സ്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 40, ദെൻ ഹൗ മെനി വോട്ട്സ് ഹാസ് പ്രീത ഗോട്ട്? സെയിം പരിപാടി. ഇലക്ഷൻ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 40 ആണ്, കിട്ടിയിട്ടുള്ള വോട്ട്സ് 75% ആണ്. സോ 75% ഓഫ് 40 കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഓരോ ടൈപ്പ് ഞാൻ ചെയ്യുന്ന അതേ ടൈപ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നതാണ്, നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. 150 സ്റ്റുഡൻസ് വെന്റ് ഓൺ എ പിക്നിക് ആൻഡ് 30% were 8th graders. How many students were 8th graders? എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു പിക്നിക്കിന് പോയി, ഒരു ടൂർ പോയി. 150 സ്റ്റുഡൻസ് ആണ് ടൂറിന് പോയത്. അതിൽ 30% 8th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസ് ആണ്. ഓക്കെ, 8th ഗ്രേഡിലുള്ള സ്റ്റുഡൻസ് ആണ് 30%. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് ആണ് 8th ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ 30% ഓഫ് 150, ആ ടൂറിന് പോയിട്ടുള്ള ടോട്ടൽ 150 സ്റ്റുഡൻസിൽ 30% 8th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസ് ആണ്. നമുക്കറിയുന്ന അതേ പരിപാടി 30/100, 30% 30/100 ആണ്, ഇൻറ്റു 150 ഇസ് ഈക്വൽ ടു
0 കട്ട് ചെയ്യാം, ഈ 0 കട്ട് ചെയ്യാം, ബാക്കിയുള്ളത് 3 × 15 മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ദാറ്റ്സ് ഈക്വൽ ടു 3 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 45 വരും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സെയിം ഐഡിയ, നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 128 സ്റ്റുഡൻസ് വെന്റ് ടു ആൻ എക്സ്കർഷൻ ഫ്രം ദ സ്കൂൾ. സെയിം ടൂറിന് പോയിട്ടുണ്ട് 128 സ്റ്റുഡൻസ് ആൻഡ് 25% ഓഫ് ദം വേർ ഇൻ 7th സ്റ്റാൻഡേർഡ്. ഹൗ മെനി സ്റ്റുഡൻസ് വേർ ഫ്രം 7th സ്റ്റാൻഡേർഡ്? അതായത് 128 സ്റ്റുഡൻസ് ഒരു ടൂറിന് പോയി, പിക്നിക്കിന് പോയി, അല്ലെങ്കിൽ എക്സ്കർഷന് പോയി, എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോട്ടെ, 128 ആൾക്കാരെ പോയത്. അതിൽ 25% 7th സ്റ്റാൻഡേർഡിലുള്ളവരാണ്. അപ്പോൾ 25% ഓഫ് 128 ആണ് 7th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പർ. സെയിം പരിപാടി ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. 70% ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി പാസ്ഡ് ആൻ അസസ്മെന്റ്. ഈ 42 പാസ്ഡ്, ഹൗ മെനി എംപ്ലോയീസ് ആർ ദർ ഇൻ ടോട്ടൽ? അതായത് ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിലെ 70% എംപ്ലോയീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അസസ്മെൻറ്റ് പാസ്സായിട്ടുണ്ട്. ഓക്കെ, ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമോ എന്തെങ്കിലും സംഭവം പാസ്സായിട്ടുണ്ട്. അവിടെ 42 ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പാസ്സായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി എംപ്ലോയീസ് ആർ ദർ ഇൻ ടോട്ടൽ? നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതുവരെ പറഞ്ഞത് ടോട്ടൽ എത്ര പേര് ടൂറിന് പോയി, ടോട്ടൽ എത്ര പേര് എക്സാം അറ്റൻഡ് ചെയ്തു, ടോട്ടൽ എത്ര പേര് ക്ലാസ്സിൽ വന്നു എന്നുള്ള നമ്പർ തന്നിട്ട് അതിലുള്ള ഒരു പെർസെൻറ്റേജ് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ 70% എംപ്ലോയീസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു കമ്പനി അസസ്മെൻറ്റ് പാസ്സായിട്ടുണ്ട്. അതിൽ 42 ആൾക്കാരാണ് പാസ്സായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ 70% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് 42. ഓക്കെ, ഞാൻ എഴുതാം. 70% ഓഫ് ടോട്ടൽ. ഓക്കെ, അതാണ് എന്ത് 42 എന്ന് പറഞ്ഞാൽ. ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഞാൻ ഫുൾ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, ജസ്റ്റ് ടോട്ടൽ എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ, ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിന് വേണമെങ്കിൽ നമുക്ക് എക്സ് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഫുൾ മാത്തമാറ്റിക്കൽ സ്റ്റൈലിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. കാരണം എത്ര എംപ്ലോയീസ് ഉണ്ട് നമുക്ക് അറിയില്ല, അതാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 70% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, അതായത് 70% ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 42 ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ ഉള്ള ഇതിലൊക്കെ എന്താ നമ്മൾ ചെയ്തത്? 30% ഓഫ് 150. അപ്പോൾ ഈ 150 എന്നുള്ള നമ്പറാണ് ടോട്ടൽ നമ്പർ, അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ സംഭവം എന്താ? ഇവിടെ നമുക്ക് ഈ ആൻസർ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ആൾ തന്നിട്ടില്ല. പക്ഷേ സെയിം പരിപാടി ചെയ്യാം. 70% എന്ന് പറഞ്ഞാൽ 70/100 ആണ്. ഓഫ് എക്സ് അല്ല, അപ്പോൾ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 42 ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ മാത്രമാണ് കിട്ടിയാൽ മതി. എക്സ് കിട്ടിയ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ 42 ഞാൻ അവിടെ അതേപോലെ എഴുതി. ഇനി എക്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടണമെങ്കിൽ ഈ 70യെയും ഈ 100നെയും ഇവിടുന്ന് ഒഴിവാക്കണം. എങ്ങനെയാണ് 70യെയും 100നെയും ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റുക? ഈ 100 ഡിനോമിനേറ്ററിലാണ്, അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇൻറ്റു 100 ആയിട്ട് മാറും. 72 ന്യൂമറേറ്ററിലാണ്, അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവിഷൻ ആയിട്ട് മാറും, ബൈ 70 ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ 0 കട്ടായി മാറും. 42നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 × 10 ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. 6 × 10 എന്ത് വരും? 60 എന്ന് വരും. അപ്പോൾ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 60 ആണ്. 60. അപ്പോൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 60 ആണ്. ആ 60യുടെ 70% ആണ് അസസ്മെൻറ്റ് പാസ്സായത്. 70% ഓഫ് 60 നിങ്ങൾ നേരത്തെ ചെയ്തപോലെ കണ്ടുപിടിച്ച് നോക്ക്. 70% ഓഫ് 60 ചെയ്ത് നോക്കുക. അപ്പോൾ 70/100 × 60 ദാറ്റ്സ് ഈക്വൽ ടു 42 എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ തന്നിട്ടില്ല, നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അയാളെ എക്സ് എന്ന് എടുത്തത്. അറിയില്ലല്ലോ എത്ര ആൾക്കാരാണ് എക്സ് എടുത്തു. ഒരു ലെറ്റർ ആകുമ്പോൾ സിമ്പിൾ അല്ലേ എഴുതാൻ, അല്ലെങ്കിൽ ഇവിടെ ഫുൾ ഈ സെൻറ്റൻസ് മൊത്തം ഇവിടെ എഴുതി കൊടുക്കണ്ടേ, അതിന് പകരം എക്സ് എടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ കണ്ടുപിടിക്കാം. സോ ആൻസർ എന്താ വരിക? 60 എന്ന് വരും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതേപോലെ ഒന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ക്ലിയർ ആവും. 50% ഓഫ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് പാസ് ദ ടെസ്റ്റ്. ദ ആക്ച്വൽ നമ്പർ ഹു പാസ് ദ ടെസ്റ്റ് ഈസ് 23. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? അതായത് ഒരു എക്സാം 50, ഇത് കുറച്ചും ലോജിക് വെച്ച് ചെയ്യാം, ബട്ട് എനിവേ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് വഴി ഒന്ന് ചെയ്ത് നോക്കാം, അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ എക്സ് ആണെങ്കിൽ 50% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 23 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. നേരത്തെ വാല്യൂസ് ജസ്റ്റ് 50%ഉം 23 ആയി മാറി എന്നേ ഉള്ളൂ. സെയിം പ്രൊസീജിയറിൽ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റോഹൻ അറ്റൻഡഡ് ഓഫീസ് ഫോർ 190 days ആൻഡ് മെയിൻറ്റെയിൻഡ് 95% അറ്റൻഡൻസ്. ഹൗ മെനി ഡേയ്സ് വാസ് ദ ഓഫീസ് ഓപ്പൺ? ഓക്കെ, അതായത് രോഹന് ആ ഓഫീസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് 190 days ആണ്. അതായത് ടോട്ടൽ എത്രയോ ദിവസം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഓഫീസ്. പക്ഷേ അതിൽ 190 ദിവസമാണ്, 190 days ആണ് രോഹൻ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ 95% അറ്റൻഡൻസ് എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ ആ കമ്പനിയിൽ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടോ ആ ടോട്ടൽ വർക്കിംഗ് ഡേയ്സിൻ്റെ 95% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 190 ആണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വർക്കിംഗ് ഡേയ്സിന് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ്, ഓക്കെ, ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ 95% ഓഫ് എക്സ്, അതായത് 95% ഓഫ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് അത് എത്രയാണ്? എത്ര ദിവസമാണ് രോഹൻ പോയിട്ടുള്ളത്? 190 ഡേയ്സ് ആണ് അവിടെ പോയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ 95% എന്ന് പറഞ്ഞാൽ 95/100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 190 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ നേരത്തെ ചെയ്തതുപോലെ 190 അവിടെ കീപ്പ് ചെയ്തു, 100നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും, 95നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവിഷൻ ആകും. സോ ദാറ്റ്സ് ഈക്വൽ ടു 190യെ 95 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 2 അല്ലേ? 95ൻ്റെ ഡബിളാണ് 190. അപ്പോൾ 2 × 100 എന്ത് വരും? 200 എന്ന് വരും. ദാറ്റ് മീൻസ് ആ കമ്പനിയിൽ 200 ഡേയ്സ് ആണ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ്. ആ ടോട്ടൽ വർക്കിംഗ് ഡേയ്സിൽ 190 ഡേയ്സേ രോഹൻ അവിടെ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അറ്റൻഡൻസ് 95% ആയത്. 200 ഡേയ്സിൽ 200 ഡേയ്സും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റൻഡൻസ് എന്തായിട്ട് മാറും? 100% ആയിട്ട് മാറും. പക്ഷെ 100% പോയിട്ടുണ്ടോ? ഇല്ല, കാരണം 190 ഡേയ്സേ പോയിട്ടുള്ളൂ, 10 ഡേയ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇനി നേരത്തെ കണ്ടതുപോലെ 95% ഓഫ് 200 കണ്ടു കഴിഞ്ഞാൽ ആൻസർ 190 കിട്ടും, തിരിച്ചും കിട്ടും. മനസ്സിലായോ? റെഡി? യെസ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടൻ അറ്റൻഡഡ് ക്ലാസ്സസ് ഫോർ 198 ഡേയ്സ് ആൻഡ് ഹിസ് പ്രോഗ്രസ് കാർഡ് സേസ് ഹി ഹാസ് 99% അറ്റൻഡൻസ്. ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് ദ സ്കൂൾ വർക്ക് ദാറ്റ് ഇയർ? സെയിം പരിപാടി. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ആ സ്കൂൾ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിൻ്റെ 99% ആണ് 198. സോ 99% ഓഫ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഇസ് ഈക്വൽ ടു 198. ആ ടോട്ടൽ വർക്കിംഗ് ഡേയ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ് എന്നൊക്കെ എടുക്കാം. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള ടൈപ്പാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഒന്ന് ടോട്ടൽ നമ്പർ തന്നു, എന്നിട്ടൊരു പെർസെൻറ്റേജ് തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ കണ്ടുപിടിക്കുന്ന പരിപാടി ചെയ്തു. ഇനി ടോട്ടൽ തരാതെ പെർസെൻറ്റേജ് തന്നു, ആ കറസ്പോണ്ടിങ് നമ്പർ തന്നിട്ട് ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. രണ്ടും എല്ലാം ഒരേ പരിപാടി തന്നെയാണ്, പെർസെൻറ്റേജിൻ്റെ സെയിം പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഈ നോട്ട്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഇതുപോലെ എന്ത് ചെയ്യാം? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്നാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.